അങ്കോളയിലെ മണ്ണിടിച്ചിലിൽ കാണാതായ മലയാളിക്കായി കേരള സർക്കാർ ഉണർന്നു പ്രവർത്തിക്കുന്നുവെന്ന് കെ.ബി. ഗണേഷ് കുമാർ. സംഭവത്തെ തുടർന്ന് കർണാടകയിലെ ഗതാഗത മന്ത്രിയുമായി ബന്ധപ്പെട്ടിരുന്നുവെന്ന് മന്ത്രി പറഞ്ഞു. മലയാളി കുടുങ്ങിയെന്ന് അവർ അറിയുന്നത് ഇവിടെ നിന്ന് പറയുമ്പോഴാണെന്നും എത്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു എന്ന് പോലും ഇതുവരെ തിട്ടപ്പെടുത്തിയിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. 2 ലൈനിൽ മണ്ണ് വീണിട്ടുണ്ട്. ഒരു ലൈൻ ക്ലിയർ ചെയ്തു, അതിൽ കൂടെ മാത്രമേ അകത്തേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. നമ്മൾ ഈ പറഞ്ഞപ്പോഴാണ് മലയാളി ഉണ്ടെന്നും ഇങ്ങനെ ഒരു ലോറി ഉണ്ടെന്നും ഒക്കെ അവർ അറിയുന്നത്. അവർക്ക് ഇൻഫർമേഷൻ നമ്മൾ വന്നതിന് ശേഷം ഒരുപാട് വണ്ടികൾ പോയിട്ടുണ്ട്. അപ്പോൾ എത്ര വണ്ടി പോയി എന്നുള്ള കണക്ക് പോലും ഇതുവരെ തിട്ടപ്പെടുത്താൻ കഴിയും. കാരണം വെള്ളം വലുതായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെള്ളത്തിലേക്ക് പോയോ, മണ്ണിനടിയിൽ പോയോ, ലാൻഡ് സ്ലൈഡും ഉണ്ടായിട്ടുണ്ട്, മണ്ണിനടി. ഇല്ല, നമ്മളെ സംബന്ധിച്ച് മലയാളി 3 പേരുടെ മൃതദേഹം കിട്ടിയെന്നവർ സമ്മതിക്കുന്നുണ്ട്. അവർ പറഞ്ഞു 3 പേര് മരിച്ചു എന്ന് കൺഫേം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ നമ്മളെ അർജുനടക്കമുള്ള ആളുകളെ മലയാളികളുണ്ടെന്ന് തന്നെ അവർ നമ്മൾ പറയുമ്പോഴാണ് അറിയുന്നത്. ഇങ്ങനൊരു ലോറി മിസ് ചെയ്യുന്നുള്ള ഇപ്പോൾ അവർക്കത് അറിയില്ലായിരുന്നു. നമ്മൾ പക്ഷേ രാവിലെ തന്നെ ഞാൻ ട്രാൻസ്പോർട്ട് മിനിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടു, നമ്മുടെ മുഖ്യമന്ത്രി അവിടുത്തെ മുഖ്യമന്ത്രിയായിട്ട് ബന്ധപ്പെട്ടു. അങ്ങനെയൊക്കെ വന്നപ്പോഴേക്കും വിവരം അറിയുന്നത് നമ്മൾ രാവിലെയാണ്. 2 ദിവസമായിട്ട് നമ്മളിങ്ങനെ ഒരു സംഭവം നടന്നായിട്ടേ അറിയുന്നില്ല. ഒരു മീഡിയയും അങ്ങനെ സംഭവത്തെപ്പറ്റി റിപ്പോർട്ട് ചെയ്യുന്നില്ല. അവരെ ഭാഗത്ത് നമുക്ക് ഇൻഫർമേഷൻ തരേണ്ട കാര്യമില്ല. അപ്പോൾ ഒരു മീഡിയയും നമ്മളടുത്ത് ഇങ്ങനൊരു അപകടം സംഭവിച്ചു എന്ന് പോലും പറയുന്നില്ല. ഇപ്പോൾ നമ്മുടെ ഒരാൾ മിസ്സായി എന്നറിയുമ്പോഴാണ് നമ്മൾ. രാവിലെ ഗതാഗത മന്ത്രിയുമായി ബന്ധപ്പെട്ടിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണാടക മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടിരുന്നു. 2 ദിവസമായി സംഭവത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല. രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട്. ഇനിയും മണ്ണിടിച്ചിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുള്ളതിനാലാണ് മാധ്യമങ്ങളെയും നാട്ടുകാരെയും അവിടേക്ക് കടത്തിവിടാത്തത്. സംഭവത്തിൽ പ്രതികരിക്കവേ മന്ത്രി പറഞ്ഞു. ഒരു ലൈൻ ക്ലിയർ ആക്കി എന്നാണ് കളക്ടർ പറഞ്ഞത്. അടുത്ത ലൈനിൻ്റെ അവിടെയാണ് ഈ പ്രശ്നം ഉണ്ടെന്ന് പറയുന്നത്. അങ്ങോട്ടൊന്ന് നീങ്ങുകയാണ് അവരെന്ന് പറഞ്ഞത്. പക്ഷേ എന്നാലും പബ്ലിക്കിനെ മീഡിയ ഒന്നും അകത്തോട്ട് വിടാത്തതിൻ്റെ കാരണം ഇനിയും ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്ന ഒരു സംശയിക്കുകയാണ്. കാരണം 2 സ്ഥലത്ത് ഇടിഞ്ഞ് ഇറങ്ങിയിരിക്കും താഴോട്ട്. അത് നാഷണൽ ഹൈവേ ബ്ലോക്ക് ചെയ്തു. അപ്പോൾ അത് ക്ലിയർ ചെയ്ത് പോവുകയാണ്. അല്ല, വണ്ടി ക്ലിയർ ചെയ്ത വണ്ടി അല്ല, അതുവഴി മാത്രമേ അകത്തോട്ട് കയറാൻ പറ്റൂ. പലരും ധരിച്ചിരിക്കുന്ന വണ്ടി അതിനെ ട്രാഫിക് ക്ലിയർ ആക്കാൻ വേണ്ടി അങ്ങനെയല്ല. ഒരുപാട് വണ്ടി വെള്ളത്തിലും പോയിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടിയെക്കുറിച്ച് പറയുമ്പോഴും എന്നോട് കളക്ടർ ആദ്യം വെള്ളത്തിൽ പോയി കാണുന്നതാണ് പറയുന്നത്. പക്ഷേ നമ്മൾ ഈ മൊബൈൽ ഉണ്ടായിരുന്നു എന്നും റിങ് ചെയ്തെന്നും GPS വർക്ക് ചെയ്തിരുന്നു എന്നും പറയുന്നത് കൊണ്ടാണ്. GPS ഇവിടുന്ന് ട്രേസ് ചെയ്യാൻ പറ്റത്തില്ല. ഞങ്ങൾ നോക്കി. അപ്പോൾ കർണാടക ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിനോട് ട്രേസ് ചെയ്ത് നോക്കാൻ വേണ്ടി നമ്മൾ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചു അവിടെ നടന്നിട്ട് ഇവിടുത്തെ പോലീസിനെ അറിയിക്കേണ്ടത് നിങ്ങൾ പോലും അറിഞ്ഞില്ലല്ലോ. കർണാടകത്തിൽ ഇങ്ങനൊരു സംഭവം നടന്നതെന്ന് അവിടുത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് നിങ്ങൾ നോക്കിയെടുത്ത് ഇങ്ങോട്ട് ഇട്ടതുമില്ല, ആരും ചെയ്തില്ല. ഇന്ന് രാവിലെയാണ് എല്ലാവരും അറിയുന്നത്. അറിഞ്ഞ അവിടെ നമ്മുടെ ഗവൺമെൻറ് ഉണർന്ന് പ്രവർത്തിക്കുകയും കർണാടക ഗവൺമെൻറ്റിനോടെല്ലാം ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു. അതുകൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതെല്ലാവരും അവിടുത്തെ റവന്യൂ മിനിസ്റ്റർ വിളിച്ചിരുന്നു, ഞാൻ എല്ലാവരും അടുത്ത് സംസാരിച്ചു. അല്ല, ഈ വണ്ടി ഒഴുകി പോയിരിക്കാൻ ഈ പറയുന്നത് കറക്റ്റാണെങ്കിൽ ഈ ഫോൺ ബെല്ലടിച്ചു എന്നും GPS വൈകിട്ട് വരുന്നല്ല വരെ വർക്ക് ചെയ്യുമെന്ന് പറയുന്നുണ്ടെങ്കിൽ ഒഴുകി പോയിട്ടില്ല. ഒഴുകി പോയാൽ അപ്പോഴേ ചീത്തയായി പോകും. ഈ ബാറ്ററി ഡിസ്കണക്ട് ആയി കഴിഞ്ഞാൽ പിന്നെ GPS വർക്ക് ചെയ്തില്ല. മൊബൈൽ ഫോൺ വെള്ളത്തിൽ പോയാൽ വർക്ക് ചെയ്തില്ല. GPS ട്രേസ് ചെയ്യാനായി ഗതാഗത വകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിവരങ്ങൾ കൈമാറിയപ്പോൾ തന്നെ കർണാടക ഗതാഗത മന്ത്രി തുടർ നടപടികൾ സ്വീകരിച്ചിരുന്നു. കളക്ടറുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. വലിയ മണ്ണിടിച്ചിലാണ് ഉണ്ടായിരിക്കുന്നത്. അപകടം നടന്നതായി അറിയാൻ വൈകി. കുടുംബം രംഗത്തെത്തിയപ്പോഴാണ് കാര്യങ്ങൾ അറിഞ്ഞത്, മന്ത്രി കൂട്ടിച്ചേർത്തു. ജീവനോടെ കിട്ടണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതെപ്പോഴും നമ്മൾ അങ്ങനെയല്ലേ പ്രതീക്ഷിക്കാൻ പാടില്ല. നെഗറ്റീവായിട്ടൊരു തോട്ട് പാടില്ല. ജീവനോട് കിട്ടുന്നതന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. പിന്നെ വണ്ടി സ്റ്റാർട്ടായി കിടന്ന് പറഞ്ഞാൽ എത്രത്തോളം സ്റ്റാർട്ടായി കിടക്കാൻ പറ്റില്ലല്ലോ. മണ്ണിനടിയിലാണ് പോയെങ്കിലും വണ്ടി സൈലൻസറിൽ മണ്ണ് വീഴുന്നതോടെ വണ്ടി ഓഫ് ആകത്തില്ലേ. പക്ഷേ ബാറ്ററി ഓണായി വണ്ടി കണക്റ്റഡ് ആണെങ്കിൽ GPS വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ബാറ്ററി ഡ്രെയിൻ ചെയ്ത് കഴിയുമ്പോൾ അത് നിൽക്കും. GPS കിട്ടുന്ന സ്ഥലം അവർക്ക് അങ്ങനെ അറിയാൻ പറ്റും, നമുക്കറിയാൻ പറ്റില്ല. അത് ഈ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിന് അറിയാൻ പറ്റും. ഇപ്പോൾ കേരളത്തിൻ്റെ വണ്ടിയാണെങ്കിൽ കേരള രജിസ്ട്രേഷൻ ആണെങ്കിൽ ട്രേസ് ചെയ്യാൻ. നമ്മളെ ഇതിൽ വരുന്ന ഒരു GPS അല്ല അവർ വെച്ചേക്കുന്നത്. അവർ കർണാടകത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിന് കണ്ടുപിടിക്കാൻ പറ്റും. ഞങ്ങൾ നോക്കുന്നുണ്ട്. അത് നോക്കിയിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ എവിടെയാണെന്ന് അതൊരു കണ്ടുപിടിക്കാനൊരു വഴി എന്നുള്ളതുള്ളൂ. ഇവരൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ തരട്ടെ. കാരണം ഈ ഉടമസ്ഥൻ്റെയിലോ ഇദ്ദേഹത്തിൻ്റെ റിലേറ്റീവ്സ് ആരെങ്കിലും അവിടെ ചെന്നവരെങ്കിൽ ഈ വണ്ടിയുടെ ലാസ്റ്റ് പൊസിഷൻ ഉള്ള ഡേറ്റ ഉണ്ടെങ്കിൽ ഭാരത് ബെൻസിൽ നിന്ന് വല്ലതും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിച്ചാൽ മതി. തീർച്ചയായിട്ടും നമുക്ക് അപ്പം തന്നെ അവിടെ ആ സ്പോട്ടിലേക്ക് നമുക്ക് പിടിക്കാം. അത് ഏർപ്പാട് ചെയ്യാം. സംഭവത്തിൽ അടിയന്തര ഇടപെടലിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണുവിന് നിർദ്ദേശം നൽകി. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ചീഫ് സെക്രട്ടറി സംഭവ സ്ഥലത്തെത്തി ജില്ലാ കളക്ടറുമായും പോലീസ് സൂപ്രണ്ടുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്.
കർണാടകയിലെ ഷിരൂരിൽ ദേശീയപാതയിലാണ് കോഴിക്കോട് സ്വദേശി അർജുൻ കുടുങ്ങിക്കിടക്കുന്നത്. ഏകോപനത്തിന് കോഴിക്കോട് കളക്ടറെ ചുമതലപ്പെടുത്തിയെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് അറിയിച്ചു. മന്ത്രി KB ഗണേഷ് കുമാറും KC വേണുഗോപാലും അടക്കമുള്ളവർ ഇടപെട്ടതോടെ രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാൻ കർണാടക മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശം നൽകി.